ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏകലാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാറ്. എ പ്ലസ് വേണം, ഫുൾ മാർക്ക് വേണം. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്നറിയാം. സോഷ്യൽ സയൻസിൽ പ്രത്യേകിച്ച് SS2 ചില ഏരിയാസ് ഉണ്ട്. അത് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ A+ നിങ്ങൾ കാണില്ല. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേ വേണ്ട, ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത്, വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നും നാളെ രാവിലെയായിട്ട് നടക്കുന്ന ലൈവുകൾ എക്സാമിൻ്റെ തലേ ദിവസമാണ്, മാരത്തോണാണ്, ബമ്പർ മാരത്തോണാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളെന്നല്ല, ഈ ഏരിയാസ് നോക്കാതെ നിങ്ങൾ പോകരുത്, ഈ ഭാഗങ്ങൾ നോക്കാണ്ട് നിങ്ങൾ പോവേണ്ട. ഓക്കെ, സമയം മറക്കണ്ട. രാത്രി കറക്റ്റ് 7:30 ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൈപിടിച്ച് കൊണ്ടുവരണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം നിങ്ങളങ്ങ് ചെയ്തേക്കുക. അതിൻ്റെ മുറ തെറ്റാതെ അങ്ങ് പോട്ടെ. യെസ്, അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യൻ്റെ മക്കളും ജസ്റ്റ് ഒന്ന് നോക്കണം. ഏതാണ് ആ ഏരിയ? എല്ലാവരും നോക്കുന്നത്, എല്ലാവരും ഉറ്റുനോക്കുക എന്നൊക്കെ പറയില്ലേ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. എവിടുന്നാണ് SA ചോദ്യം വരിക എന്നാണ് എല്ലാവരും നോക്കുന്നത്. SA ചോദ്യം എവിടുന്ന് വരുമെന്നാണ് എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്, നിയമ ഒട്ടാതെ കാത്തിരിക്കുന്നത്. അത് വേറെ ഏതുമല്ല. ആ ഒരു ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. നാച്ചുറൽ ഡിസാസ്റ്റർ. ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയും. ഓക്കെ, നമുക്കൊരു ദുരന്തം വരുള്ളൂ, അത് അജ്സൽ സാറാണ്. ഇതല്ലാതെ വേറൊരു ദുരന്തമുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, എർത്ത്ക്വേക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അതുപോലെ പൊതു നടപടികൾ. അത് നിങ്ങളെല്ലാവരും വിട്ടുപോകുന്നൊരു സാധനമാണ്. ജനറൽ മെഷേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ജനറൽ മെഷേഴ്സ്, പൊതു നടപടികൾ എന്നും പറഞ്ഞിട്ട് ഒരു ഭാഗം. ഓക്കെ, ഈ പൊതു നടപടികളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് പഠിക്കണം. ഇതിൽ നിന്നാണ് SA ചോദ്യം എന്തായാലും നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പാണ്. എർത്ത്ക്വേക്ക്, ഒന്നെങ്കിൽ ലൈറ്റ്നിങ്, അല്ലെങ്കിൽ തണ്ടർ. ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ ഒരുമിച്ചിട്ടുള്ളത്, ഫ്ലഡ്, അതുപോലെ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, പ്രളയം. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സുനാമി ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചോദ്യം വരുന്നത്. അത് ഏതൊക്കെയെന്ന് ജസ്റ്റ് ഒന്നും ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഒന്നാമത് എർത്ത്ക്വേക്ക് ആണ്, അതിലൊരു മാറ്റമില്ല. എർത്ത്ക്വേക്ക് എന്ന് വെച്ചാൽ ഭൂകമ്പമാണ്. ഭൂകമ്പം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഭൂകമ്പം, നല്ലപോലെ എഴുതാം. ഭൂകമ്പമാണ് കേട്ടോ ഇത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫ്ലഡാണ്. ഫ്ലഡ് എന്ന് വെച്ചാൽ പ്രളയം. ഓക്കെ, അതുപോലെ ലാൻഡ് സ്ലൈഡ് നോക്കണം. ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ പൊട്ടൽ. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്, ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുനാമി. നേരത്തെ പറഞ്ഞമാതിരി ജനറൽ മെഷേഴ്സ്, GM. ഓക്കെ, പൊതു നടപടികൾ എന്ന് പറയുന്നത്, പൊതു നടപടികൾ. ഇതാണ് SA ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, 100% ഉറപ്പുള്ളൊരു ഭാഗം എന്നുള്ളത്. ഓക്കെ, ഒന്ന്. രണ്ടാമതൊരു ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ഉണ്ട്, എക്കണോമിക് സിസ്റ്റംസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് സിസ്റ്റം ഓക്കെ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ED. ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തുമെന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാൻ നിർത്തും. ഓക്കെ, അത്രക്കും ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക്. അവസാനം വന്നില്ലേ എൻ്റെ നെഞ്ചത്ത് പൊങ്കാലിടരുത്. ഇത് വരും എന്തായാലും 99.99% അല്ല, വരും, ഉറപ്പാ. ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്, ഞാൻ പരിപാടി നിർത്തും. 100% ഉറപ്പ്. ഇത് പ്രഡിക്ഷൻ നിന്ന് കൂട്ടിക്കോ, ഉറപ്പാണ്. അത്രയും ഗ്യാരണ്ടിയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി 7:30 ഇന്ന് രാത്രി 7:30 നിങ്ങൾ വന്നോളി, അവസാനം വരെ കണ്ടോളി, A+ വാങ്ങിക്കോളി, എന്നിട്ട് ആർമാദിച്ചോളി, എല്ലാം കൊണ്ട് പോയിക്കോളി. ഓക്കെ, എനിക്ക് എത്രേ പറയാനുള്ളൂ. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, ഞാനും ഏസും ചങ്കിടിപ്പാണ് മുത്തുകളെ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഏതാണ് ആ ഭാഗം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. നമ്മുടെ 3 എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. 3 എക്കണോമിക് സിസ്റ്റംസ്, സമ്പദ് വ്യവസ്ഥകളെന്ന് നമ്മൾ പറയും. സമ്പദ് വ്യവസ്ഥ. ഈ സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യമുണ്ട്. ഒന്നെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി സോഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മിക്സ്ഡ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എല്ലാം വരാം. ഓക്കെ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മാത്രമായിട്ട് വരാം, മിശ്ര സമ്പദ് വ്യവസ്ഥ മാത്രമായിട്ട് വരാം. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 3ഉം വരൂല. എന്തായാലും 2ഓ അല്ലെങ്കിൽ 1ഓ എന്തായാലും വരും. 4 മാർക്കിനോ 5 മാർക്കിനോ ചോദ്യമായിട്ട് എന്തായാലും വരും. ചിലപ്പോൾ 6 ആയാലും ഒന്നും പേടിക്കാനില്ല, വന്നേക്കാൻ, പറയാൻ പറ്റില്ല. ഇതാണ് ഒരു ഭാഗം.
ഇതിൻ്റെ കൂടെ തന്നെ ഇവിടുന്ന് വരാൻ ഇതെന്തായാലും വരുമെന്ന് ഉറപ്പിച്ച് ഇതിൻ്റെ കൂടെ തന്നെ എന്തായാലും വരാൻ ചാൻസ് ഉള്ള മറ്റ് 2 ഭാഗങ്ങളാണ് ഇതിൽ നിന്ന് WTOയുടെ ലിബറലൈസേഷൻ പോളിസീസ് അല്ലെങ്കിൽ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പഠിക്കണം. WTO നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് ലോക വ്യാപാര സംഘടന എന്ന് പറയും. നോക്കാണ്ട പോണ്ട. അതിൻ്റെ കൂടെയാണ് മറ്റൊന്നും കൂടെ ന്യൂ എക്കണോമിക് പോളിസീസ്. ന്യൂ എക്കണോമിക് പോളിസീസ്, അതായത് നമ്മുടെ LPG റിഫോംസിനെ കുറിച്ചിട്ടും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോക്കണം. പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്നാണ് ഇതിൻ്റെ മലയാളം. പുത്തൻ സാമ്പത്തിക നയങ്ങൾ. ന്യൂ എന്ന് വെച്ചാൽ പുത്തനല്ലേ? സാമ്പത്തിക നയങ്ങൾ. ജസ്റ്റ് ഒന്ന് നോക്കണം. ജസ്റ്റ് അല്ല, എന്തായാലും നോക്കണം. ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. 100% ഉറപ്പാണ്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് മിനിമം നിങ്ങൾക്ക് ഒരു 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇത് മാത്രമായിട്ടുണ്ട്. അത്രയും 100%. ഇത് നോക്കാണ്ട് ആരെങ്കിലും പോയി, ഇത് പഠിക്കാണ്ട് ആരെങ്കിലും പോയിട്ട് അയാൾക്ക് പിന്നെ A+ നോക്കണ്ട. അത് പിന്നെ കണി കാണാം, മറന്നേക്കിങ്ങൾ. അത്രയും ഉറപ്പിച്ച് പറയാണ്. ബാക്കിയും കൂടെ വേണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. എല്ലാവരോടും മാക്സിമം പറയുക. ഇന്ന് ഇങ്ങനെ ഫസൽ സാറും കൂടി വരുന്നുണ്ട് ഏകളിൽ 9ാം ക്ലാസ്സിലെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി നിങ്ങൾ പോരി, നമുക്ക് പൊളിച്ചെടുക്കാം. രാത്രി കൃത്യം 7:30 PM വി ആർ വെയിറ്റിംഗ്. നമുക്ക് കാണാം. താങ്ക് യു. ബൈ. സീ യു.